ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കോമേഴ്സ് ബ്രൗസർ ഇൻ മലയാളം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കുമായിട്ടാണ്. ബിസിനസ് സ്റ്റഡീസ്, +2 ബിസിനസ് സ്റ്റഡീസ് ആൻഡ് ഫസ്റ്റ് ഇയർ മാനേജ്മെൻറ്റ് കോൺസെപ്റ്റാണ്. അതിൽ നമ്മൾ ആദ്യം എടുക്കാൻ പോകുന്നുള്ളത് പ്ലാനിംഗ് ആണ്. അപ്പോൾ അതിനു മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. മാനേജ്മെൻറ്റ് ഫംഗ്ഷനിലെ ആദ്യത്തെ ഫംഗ്ഷനാണ് പ്ലാനിങ്. അപ്പോൾ എന്താണ് പ്ലാനിങ് എന്ന് നോക്കാം. പ്ലാനിങ് മീൻസ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ഈസ് ടു ബി ഡൺ, വെൻ ഈസ് ടു ബി ഡൺ, ബൈ ഹൂം ഈസ് ടു ബി ഡൺ. അതായത് പ്ലാനിങ് മീൻസ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ്. നമ്മൾ മുൻകൂട്ടി ചിന്തിക്കുന്നതാണ്, മുൻകൂട്ടി തീരുമാനം എടുക്കുന്നതാണ് പ്ലാനിങ്. എന്തിനു വേണ്ടിയിട്ട്? വാട്ട് ഈസ് ടു ബി ഡൺ, എന്ത് ചെയ്യണം, എപ്പോൾ ചെയ്യണം, എങ്ങനെ ചെയ്യണം, ആര് ചെയ്യണം എന്നതൊക്കെ നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്യൂലേ, അതുതന്നെയാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പ്ലാനിങ് എന്നൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് എഴുതാൻ പറ്റൂലേ. പ്ലാനിങ് എന്ന് പറയുന്നത് നമ്മൾ മുൻകൂട്ടി തീരുമാനം എടുക്കുന്നതാണ്, അല്ലെങ്കിൽ മുൻകൂട്ടി ഡിസൈഡ് ചെയ്യുന്നതാണ്. എന്ത് ചെയ്യണമെന്നോ, ഏത് ചെയ്യണമെന്നോ, ആര് ചെയ്യണമെന്നോ, എങ്ങനെ ചെയ്യണമെന്നൊക്കെ നമ്മൾ തീരുമാനിക്കുന്നതാണ് ഇത് പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പം ഇറ്റ് ഈസ് ആൻ ഇൻ്റലക്ച്വൽ പ്രോസസ് ഓഫ് തിങ്കിങ് ബിഫോർ ഡൂയിങ്. അതായത് ചെയ്യുന്നതിന് മുമ്പ് ചിന്തിക്കുക എന്നൊക്കെ പറയുന്നില്ലേ, അതുതന്നെയാണ് ഇത് പ്ലാനിങ് എന്ന് പറയുന്നത്. ചെയ്യുന്നതിന് മുമ്പ് ചിന്തിക്കുന്ന ഒരു പ്രോസസ്സാണ് ഇത് പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു എക്സാമ്പിൾ കൂടി പറയാം. അതായത് ഫാരിസിന് റിഷാദ് എന്ന് പറയുന്ന അതിസുന്ദരനായ ഒരു സുഹൃത്തുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അടുത്ത ആഴ്ച അവൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഫാരിസും അവൻ്റെ കുറച്ച് ഫ്രണ്ട്സും കൂടിയിട്ട് ബർത്ത്ഡേ പാർട്ടി പ്ലാൻ ചെയ്യാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ അറിയാം അവർക്ക് അടുത്ത ആഴ്ച ബർത്ത്ഡേ ആണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഫാരിസ് ചെയ്യുന്ന ചില പ്ലാനിങ്സ്, എവിടെ വെച്ച് പാർട്ടി നടത്തണം, എന്തൊക്കെ സർപ്രൈസ് കൊടുക്കണം, ആരൊക്കെയാണ് വിളിക്കേണ്ടത്, എന്തൊക്കെയാണ് അതിൽ ആ പ്രോഗ്രാമിൽ ചെയ്യേണ്ടത് എന്നുള്ളത് മുൻകൂട്ടി തീരുമാനം എടുക്കുന്നതാണ് ഇത് പ്ലാനിങ് എന്ന് പറയുന്നത്. സിംപിളി മനസ്സിലാക്കുക, അത്രയേ ഉള്ളൂ. നമ്മളൊരു ബർത്ത്ഡേ പാർട്ടി കഴിക്കുകയാണ്, റിഷാദിൻ്റെ ബർത്ത്ഡേ പാർട്ടി കഴിക്കുകയാണ്. അപ്പോൾ അതിന് ഫാരിസ് പ്രിപ്പയർ ചെയ്യുന്നതാണ്, എങ്ങനെയൊക്കെ ചെയ്യണം, എന്തൊക്കെ സർപ്രൈസ് കൊടുക്കണം, അതേപോലെ തന്നെ ആരൊക്കെ വിളിക്കണം, ഏത് വിധത്തിൽ അത് ചെയ്യണം, എങ്ങനെയുള്ള കേക്ക് വാങ്ങണം, അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുകയാണ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്ലാനിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഇത്ര സംഭവം എഴുതിയാൽ തന്നെ ഒരു 3 മാർക്ക് 2 മാർക്കൊക്കെ കിട്ടാൻ നമുക്കിത് മതിയാവും. അപ്പോൾ ഹെൻറി ഫയോളിൻ്റെ ഡെഫിനിഷൻ പറയുന്നത് പ്ലാനിങ് ഈസ് ഡിസൈഡിങ് ദ ബെസ്റ്റ് ആൾട്ടർനേറ്റീവ് എമംഗ് അതേഴ്സ് ടു പെർഫോം ഡിഫറെൻറ്റ് മാനേജീരിയൽ ഓപ്പറേഷൻസ് ഇൻ ഓർഡർ ടു അച്ചീവ് ദ പ്രീ ഡിറ്റർമിൻഡ് ഗോൾ. അതായത് നമ്മളുടെ ഗോള്, നമ്മളുടെ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ നമ്മളുടെ ലക്ഷ്യം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മുൻകൂട്ടി തയ്യാറാക്കുന്നതാണ് ഇത് പ്ലാനിങ് എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. അടുത്തതാണ് വരുന്നത് ഫീച്ചേഴ്സ് ഓഫ് പ്ലാനിങ്. പ്ലാനിങ്ങിൻ്റെ സവിശേഷതകൾ എന്തൊക്കെ? അതിൽ വരുന്നതാണ് ഗോൾ ഓറിയൻറ്റഡ്. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്? ലക്ഷ്യത്തിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ട്, അല്ലേ, ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മളുടെ ഗോൾ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, പ്ലാൻ ചെയ്യുന്നുള്ളത്. അപ്പോൾ അതൊരു ഗോൾ ഓറിയൻറ്റഡ് അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ ഗോൾ ഓറിയൻറ്റഡ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതാണ് പറയുന്നത് പ്രൈമസി ഓഫ് പ്ലാനിങ്. പ്രൈമസി ഓഫ് പ്ലാനിങ് എന്ന് പറയുന്നത് മാനേജ്മെൻറ്റ് ഫംഗ്ഷനിലെ ആദ്യത്തെ ഫംഗ്ഷനാണ് ഇത് പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പോൾ മാനേജീരിയൽ ഫംഗ്ഷനിലെ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ അടിത്തറ, സ്റ്റാർട്ടിംഗ് ആണ് ഇത് പ്ലാനിങ്. പ്ലാനിങ് ഇല്ലെങ്കിൽ ലാസ്റ്റ് കൺട്രോൾ ചെയ്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ പ്ലാനിങ് ആണ് നമ്മളുടെ അടിത്തറ അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് ഫംഗ്ഷൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ പ്ലാൻ ചെയ്ത് നല്ല രീതിയിൽ പ്ലാൻ ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അതിനെ പ്രൈമസി ഓഫ് പ്ലാനിങ് എന്ന് പറയുന്നു. അടുത്തതാണ് പെർവസീവ്നെസ്. പെർവസീവ്നെസ് എന്ന് പറയുന്നത് പ്ലാനിങ് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ഈച്ച് ആൻഡ് എവറി മാനേജർ ഇറസ്പെക്റ്റീവ് ഓഫ് ദ ലെവൽ ഓഫ് മാനേജ്മെൻറ്റ്. അതായത് ലെവൽ പരിഗണിക്കാതെ, നമ്മളുടെ ടോപ്പ് ലെവലാണെന്നോ മിഡിൽ ലെവലാണെന്നോ ലോവർ ലെവലാണെന്നോ എന്നൊന്നും പരിഗണിക്കാതെ എല്ലായിടത്തേക്കും എല്ലാ മാനേജറിനും ആ ഫംഗ്ഷൻ ചെയ്യാൻ പറ്റുന്നതാണ് ഇത് പ്ലാനിങ് എന്ന് പറയുന്നത്. ആ ഫംഗ്ഷൻസിന് വേണ്ടിയിട്ട് ഈച്ച് ആൻഡ് എവറി മാനേജർ എന്ത് ചെയ്യുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട്. ഓക്കെ, അതാണ് പെർവസീവ്നെസ്. എല്ലായിടത്തും വ്യാപിച്ച് കിടക്കുന്നതാണ് ഇത് പ്ലാനിങ്. പ്ലാനിങ് എന്ന് പറയുന്നത് എന്ത് ചെയ്യണം, ടോപ്പ് ലെവലിന് മാത്രമുള്ളതല്ല, അത് മിഡിൽ ലെവലിലേക്ക് എത്തണം, ലോവർ ലെവലിലേക്ക് എത്തണം. അടുത്തതാണ് ഫ്ലെക്സിബിലിറ്റി. ഫ്ലെക്സിബിലിറ്റി പറയുന്നത് പ്ലാനിങ് എന്ന് പറയുന്നത് ഫ്ലെക്സിബിൾ ആണ്. നമുക്ക് എന്ത് ചെയ്യാം, ചേഞ്ചസ് വരുത്താൻ പറ്റും. എന്ത് ചെയ്യാം, ചേഞ്ചസ് വരുത്താൻ പറ്റുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്. ഫാരിസിൻ്റെ കേസ് തന്നെ എടുക്കാം.
അപ്പം റിഷാദിൻ്റെ ബർത്ത്ഡേ പാർട്ടി ഒരു പാർക്കിൽ വെച്ചാണ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. ആ പാർക്ക് എന്ന് പറയുന്നത് എല്ലാവർക്കും എത്തിപ്പെടാൻ പറ്റിയ പ്ലേസ് അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫാരിസ് എന്ത് ചെയ്ത് ഒരു 2-3 സ്ഥലം കൂടി അഡീഷണൽ ആയിട്ട് പ്ലാൻ ചെയ്ത് വെച്ചു. ഓക്കെ, അപ്പം അതിൽ ഏത് വേണമെങ്കിലും ആ ലാസ്റ്റ് സിറ്റുവേഷനിൽ ഫാരിസിന് ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഫാരിസിൻ്റെ ഫ്രണ്ട്സിന് അത് ചൂസ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്ലാനിങ് ഡിഫറെൻറ്റ്, ഓരോ പ്ലാനിങ് ഉണ്ടാക്കി വെച്ച് ഒരു പ്ലാനിങ് മെയിനായിട്ട് ടിപ്പ് ചെയ്ത് അതിൻ്റെ താഴെ സബ് പ്ലാനായിട്ട് ഉണ്ടാക്കി വെച്ചു. അപ്പോൾ അത് നമുക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം, ഫ്ലെക്സിബിൾ ആണ്. നമുക്കൊരു സിറ്റുവേഷൻ മാറുന്നതിനനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പ്ലാനിങ്ങും മാറ്റിയെടുക്കാം. അതുകൊണ്ടാണ് അതിനെ ഫ്ലെക്സിബിൾ എന്ന് വിളിക്കുന്നത്. അടുത്തതാണ് കണ്ടിന്യൂസ് പ്രോസസ്സ്. കണ്ടിന്യൂസ് പ്രോസസ്സ് എന്ന് പറയുന്നത്, പ്ലാനിങ് എന്ന് പറയുന്നത് ഒരിക്കലും നിന്ന് പോകുന്ന പ്രോസസ്സല്ല. അത് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, നമ്മളുടെ ബിസിനസ്സിനകത്ത് പിന്നെയും അത് വർക്കൗട്ട് ചെയ്തുകൊണ്ടേ വേണം. എന്നിരുന്നാൽ മാത്രമേ നമ്മളുടെ ബിസിനസ് മുമ്പോട്ട് പോവുകയുള്ളൂ. ഇപ്പോൾ പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു ക്രൈറ്റീരിയ, ആ പ്രൊഡക്ഷൻ സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ ഡെയിലി ചെയ്തുകൊണ്ടിരിക്കണം. എന്നാൽ മാത്രമല്ല നമ്മൾക്കത് ആ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുക. അപ്പോൾ ഓരോ പ്രൊഡക്ഷൻ ചെയ്യുന്നതിനനുസരിച്ചിട്ടും പ്ലാനിങ് എന്ത് ചെയ്യണം, മാറ്റം വരുത്തിക്കൊണ്ടേ ഇരിക്കണം. അപ്പോൾ ഇത്രയാണ് കണ്ടിന്യൂസ് പ്രോസസ്സ് എന്ന് പറയുന്നത്, കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നുള്ളത്. അടുത്തതാണ് ഫോർവേഡ് ലുക്കിംഗ്. ബാക്ക്വേർഡ് ലുക്കിംഗ് അല്ല, ബാക്ക്വേർഡ് ലുക്കിംഗ് എന്ന് പറയുന്നത് കൺട്രോളിംഗ് ആണ്. പ്ലാനിങ് എന്ന് പറയുന്നത് ഫോർവേഡ് ലുക്കിംഗ് ആണ്. സെർട്ടൻ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഭാവിയിലേക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് ഫോർവേഡ് ലുക്കിംഗ് എന്ന് പറയുന്നത്. പ്ലാനിങ് ഇൻവോൾവ്സ് ലുക്കിംഗ് എ ഹെഡ് ആൻഡ് പ്രിപ്പയറിംഗ് ഫോർ ദ ഫ്യൂച്ചർ. ഭാവിയിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രിപ്പയർ ചെയ്യുന്നുള്ളത്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫോർവേഡ് ലുക്കിംഗ് എന്ന് പറയുന്നത്. അടുത്തതാണ് പ്ലാനിങ് ഇൻവോൾവ്സ് ചോയ്സ്. നമുക്ക് ഒരു പ്ലാൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരുപാട് സബ് പ്ലാനുകളും ഉണ്ടാക്കിയിട്ടുണ്ടാവും. അപ്പോൾ ഒരു സിറ്റുവേഷനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ, ഒരു പ്ലാൻ കൊണ്ട് നമുക്ക് ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതർ പ്ലാൻ ഉപയോഗിക്കാം. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്ലാനിങ് ഇൻവോൾവ്സ് ചോയ്സ് എന്ന് പറയുന്നത്. നമുക്ക് ബെസ്റ്റ് ആൾട്ടർനേറ്റീവ് നമുക്ക് എന്ത് ചെയ്യാം, ചൂസ് ചെയ്യാം, സെലക്ട് ചെയ്യാം. ഇത്രയാണ് ഏത് വരുന്നത്, ഫീച്ചേഴ്സ് വരുന്നത്. അടുത്തതാണ് ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാനിങ്. ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാനിങ് പറയുന്നത്, നേരത്തെ ഫീച്ചേഴ്സ് പറഞ്ഞില്ലായിരുന്നു, ഗോൾ ഓറിയൻറ്റഡ്, ഓൾമോസ്റ്റ് സെയിം ആണ് ഏത് വരുന്നത്, ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാനിങ്ങിലും വരുന്നത്. ഇറ്റ് ഫോക്കസസ് അറ്റൻഷൻ ഓൺ ഒബ്ജക്റ്റീവ്. അതായത് അതിൽ ഗോൾ ഓറിയൻറ്റഡ് ആണ് പറഞ്ഞത്, ഇത് ഒബ്ജക്റ്റീവ്, രണ്ടും സെയിം തന്നെയാണ്. അതായത് ഫോക്കസ് ചെയ്യുന്നത് ഓർഗനൈസേഷൻ്റെ മൊത്തം ഒബ്ജക്റ്റീവിനെയാണ്, അതായത് ലക്ഷ്യത്തെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നുള്ളത്, ഫോക്കസ് ചെയ്യുന്നുള്ളത്. അതിനെയാണ് എന്ത് പറയുന്നത്, ഇറ്റ് ഫോക്കസസ് അറ്റൻഷൻ ഓൺ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ പ്ലാനിങ് ഫോക്കസ് ചെയ്യുന്ന എന്തിനെയാണ്, മാനേജ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെ മൊത്തം ഒബ്ജക്റ്റീവിനെയാണ്. അടുത്തതാണ് പറയുന്നത് പ്ലാനിങ് റെഡ്യൂസസ് അൺസർട്ടനിറ്റി. അൺസർട്ടനിറ്റി എന്ന് പറയുന്നത് എന്തെങ്കിലും ചേഞ്ചസ് വരാൻ ചാൻസസ് ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ മറികടക്കാൻ എന്തിനു പറ്റും, പ്ലാനിങ്ങിന് പറ്റും. എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരാൻ ചാൻസസ് ഉണ്ടെങ്കിൽ നമ്മൾക്ക് അത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും, നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. പ്ലാനിങ്ങിലൂടെ നമുക്കത് മുൻകൂട്ടി കണ്ടെത്താൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്ലാനിങ് ചെയ്യുന്നുള്ളത്. അപ്പോൾ പ്ലാനിങ്ങിലൂടെ നമ്മൾ കളക്ട് ചെയ്യുന്ന ഡാറ്റ വഴി നമുക്കത് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അൺസർട്ടനിറ്റി കുറക്കാൻ പറ്റും. അടുത്തതാണ് പറയുന്നത് ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് കൺട്രോൾ. മൊത്തമായിട്ടുള്ള കൺട്രോൾ ആർക്ക് കിട്ടുന്നുണ്ട്, നമ്മളുടെ പ്ലാനിങ്ങിലൂടെ ഓർഗനൈസേഷന് കിട്ടുന്നുണ്ട്. പ്ലാൻസ് സെർവ് ആസ് എ സ്റ്റാൻഡേർഡ്സ് ഫോർ ഇവാലുവേഷൻ ഓഫ് പെർഫോമൻസ്. അതായത് നമ്മളുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാൻ ആർക്ക് പറ്റുന്നുണ്ട്, ഓർഗനൈസേഷന് പറ്റുന്നുണ്ട്. കാരണം എന്താണ്, നമ്മളൊരു ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള പെർഫോമൻസ് സ്റ്റാൻഡേർഡ് ഉണ്ട്. അപ്പോൾ അതിനേക്കാൾ കൂടുതലാണോ വന്നിട്ടുള്ളത് അല്ലെങ്കിൽ അതിനേക്കാൾ കുറവാണോ വന്നിട്ടുള്ളത് എന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ ആർക്ക് പറ്റുന്നുണ്ട്, പ്ലാനിങ്ങിലൂടെ ഓർഗനൈസേഷന് പറ്റുന്നുണ്ട്. അടുത്തതാണ് വരുന്നത് ഇറ്റ് ഹെൽപ്സ് ഇൻ എഫക്റ്റീവ് കോർഡിനേഷൻ. എഫക്റ്റീവ് കോർഡിനേഷൻ എന്ന് പറയുന്നത് ഈച്ച് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഈച്ച് ഇൻഡിവിജ്വൽസ് എന്ത് ചെയ്യുന്നുണ്ട്, കോർഡിനേഷനോടെ പ്രവർത്തിക്കുന്നുണ്ട്. അതായത് ഒത്തൊരുമയോടെ അല്ലെങ്കിൽ കൂടിച്ചേരലിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓർഗനൈസേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്സും അതുപോലെ തന്നെ ഇൻഡിവിജ്വൽസും പ്രവർത്തിക്കുന്നുണ്ട്. കാരണം നമ്മൾ ചെയ്യുന്ന പ്ലാനിങ് വഴി ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സും ബന്ധമായി കോർഡിനേറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം വരുന്നുണ്ട്. അപ്പോൾ ആ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാൻ എന്തിനു പറ്റുന്നുണ്ട്, പ്ലാനിങ്ങിന് പറ്റുന്നുണ്ട്. അടുത്തതാണ് വരുന്നത് ഇറ്റ് ഗൈഡ്സ് ഡിസിഷൻ മേക്കിംഗ്. ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് നമ്മൾ പ്ലാനിങ്ങിലൂടെ നമ്മളുടെ ഭാവിയെക്കുറിച്ചുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ മുൻകൂട്ടി പ്രവചിക്കുന്നുള്ളത് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻസിൽ നമ്മൾക്ക് ഭാവിയിൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അതിനോട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു സിറ്റുവേഷനിൽ നമുക്കൊരു നല്ല തീരുമാനം എടുക്കാൻ എന്തിനു പറ്റും, പ്ലാനിങ്ങിന് പറ്റും. കാരണം എന്ന് വെച്ചാൽ നമ്മൾ പല ടൈപ്പ് ഓഫ് പ്ലാനുകളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അടുത്തതാണ് വരുന്നത്
ഇറ്റ് എൻകറേജസ് ഇന്നോവേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി. അപ്പോൾ നമ്മൾ പുതിയ പുതിയ പ്ലാൻ ഉണ്ടാക്കുന്നു. ആ പ്ലാൻ ഉണ്ടാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? റിസർച്ച് ചെയ്യണം. അതുപോലെ തന്നെ ഇൻഫർമേഷൻ കളക്ട് ചെയ്യണം. അങ്ങനെ ഓരോ സംഭവങ്ങൾ കളക്ട് ചെയ്യുന്ന സമയത്തും നമ്മൾ പുതിയതായിട്ടുള്ള ചില കാര്യങ്ങൾ പഠിക്കുകയാണ് ചെയ്യുന്നത്. ക്രിയേറ്റീവ് ഐഡിയാസ് ഉണ്ടാക്കുന്നുണ്ട്. ക്രിയേറ്റീവ് മെത്തേഡ് വഴിയാണ് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നോവേറ്റീവ് ആകുകയും ക്രിയേറ്റീവ് തിങ്കിങ് ഉള്ളവരായി മാറുകയും ചെയ്യുന്നു. അപ്പോൾ അതിനാണ് എന്ത് പറയുന്നത്? ഇറ്റ് എൻകറേജസ് ഇന്നോവേഷൻ ആൻഡ് ക്രിയേറ്റീവ്. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ച ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാനിങ്ങിന് ഞാനൊരു പുതിയ ടിപ്പ് ഉണ്ടാക്കുകയാണ്, ഒരു കോഡ് വെക്കുകയാണ്. അപ്പോൾ ആ കോഡിൻ്റെ പേരാണ് ഓഡിക്കു. ഓഡിക്കു എന്നുള്ളതാണ് ആ കോഡിൻ്റെ പേര്. അതൊരു എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞുതരാം. അതായത് നമ്മൾ ഒരു വർഷം 1000 യൂണിറ്റ് ഫോണാണ് ഉണ്ടാക്കുന്നത്. ഓഡിക്കു എന്ന് പറയുന്ന കമ്പനി 1000 യൂണിറ്റ് ഫോണാണ് ഉണ്ടാക്കുന്നുള്ളത്. അപ്പോൾ പുതിയ വർഷം വരുന്ന സമയത്ത് അവർ 1200 യൂണിറ്റ് ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്തു. ഓക്കെ, അപ്പോൾ അവരുടെ ഒബ്ജക്റ്റീവ് എന്താണ്? എന്താണ്? 1200 യൂണിറ്റ് ആണ്. അപ്പോൾ ഓഫർ ഒബ്ജക്റ്റീവ് ആണ് 1200 യൂണിറ്റും ആണ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും എന്ത് കൊടുത്തു? ഡ്യൂട്ടീസ് കൊടുത്തു. പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിന്, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിന്, സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിന്. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് 1200 യൂണിറ്റ് ഉണ്ടാക്കുക. അതേപോലെ തന്നെ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിന് 1200 യൂണിറ്റിന് സമാനമായിട്ടുള്ള മെറ്റീരിയൽസ് വാങ്ങിക്കൊടുക്കുക. അതേപോലെ തന്നെ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിന് 1200 യൂണിറ്റ് വിറ്റഴിക്കുക. ഓക്കെ, ഇതാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം പ്ലാൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഇൻ കേസ് മാർക്കറ്റ് വാല്യൂ കുറയുകയാണെങ്കിൽ അവർ വേറൊരു സബ് പ്ലാൻ കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. 1200 നിന്ന് 1100 യൂണിറ്റ് ആക്കിയിട്ട് പ്രൊഡക്ഷൻ മാറ്റും എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് 1200 യൂണിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ത് കൊടുക്കണം? മെറ്റീരിയൽ പർച്ചേസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന സമയത്ത് പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റും പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റും തമ്മിൽ ഒരു കോർഡിനേഷൻ ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് പ്രൊഡക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ 1200 യൂണിറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിന് അത് വിൽക്കാം. അപ്പോൾ അവരുണ്ടാക്കുന്ന പ്രൊഡക്റ്റ് മാത്രമായിരിക്കും വിൽക്കാൻ പറ്റുക? സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിൽ വിൽക്കാൻ പറ്റുക. അപ്പോൾ ഈ 3 ഡിപ്പാർട്ട്മെൻറ്റ് തമ്മിൽ എന്തുണ്ടായി? ഒരു കോർഡിനേഷൻ ഉണ്ടായി. അതാണ് കോർഡിനേഷൻ പറയുന്നത്. ഓക്കെ, അങ്ങനെ ജനുവരി 1 നമ്മൾ പുതിയ വർഷം സ്റ്റാർട്ട് ചെയ്തത്. ഒരു ജൂണൊക്കെ ആകുമ്പോൾ മാർക്കറ്റ് വാല്യൂ പകുതി കുറയാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമ്മൾ എന്ത് ചെയ്ത്? സെക്കൻഡ് പ്ലാൻ എടുത്തു. സെക്കൻഡ് പ്ലാൻ എന്ന് പറയുന്നത് 1100 യൂണിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സഡൻ സിറ്റുവേഷനിൽ നമ്മൾ എടുക്കുന്ന ഒരു ഡിസിഷൻ ഇല്ലേ, അത് എന്തിൻ്റെ ബേസിലാണ്? നമ്മൾ ഉണ്ടാക്കിയ പ്ലാൻ്റെ ബേസിലാണ്. അപ്പോൾ ഡിസിഷൻ മേക്കിങ്ങിനും അത് ഹെൽപ്ഫുള്ളായി. അതേപോലെ തന്നെ നമ്മൾ 1000 യൂണിറ്റാണ് എല്ലാ വർഷവും ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ 1200 യൂണിറ്റിലേക്ക് എത്താനുള്ള കാരണം എന്താണ്? നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള, അതായത് നമ്മളുടെ കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള പ്ലാനിൻ്റെ ബേസിസ് ആണ്. ഓക്കെ, അപ്പോൾ അത് നമ്മളുടെ എന്താണ്? ഇന്നോവേറ്റീവ് ഐഡിയാസ് അല്ലേ, ക്രിയേറ്റിവിറ്റി അല്ലേ. അതുകൊണ്ടല്ലേ നമുക്ക് 1200 യൂണിറ്റിലേക്ക് നമ്മളുടെ പ്രോഡക്റ്റ് എത്തിക്കാൻ പറ്റിയത്, പ്ലാൻ എത്തിക്കാൻ പറ്റിയത്. അപ്പോൾ അതിനെയാണ് എന്ത് പറയുന്നത്? ഇന്നോവേറ്റീവ് ഐഡിയാസ് ആൻഡ് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അൺസർട്ടണിറ്റി, അതായത് ആ ചേഞ്ചസ് വരുന്ന സമയത്ത് പെട്ടെന്ന് മാറ്റം വരുത്താനായിരിക്കും പറ്റി? നമ്മളുടെ ഓർഗനൈസേഷന് പറ്റി. കാരണം 1200 പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വെച്ചിരുന്ന സമയത്ത് പെട്ടെന്ന് മാർക്കറ്റ് വാല്യൂ ഡൗൺ ആണെന്ന് കാണുന്ന സമയത്ത് 1100ലേക്ക് അത് മാറ്റി. അപ്പോൾ അൺസർട്ടണിറ്റി തടയാനായിരിക്കും പറ്റി? നമ്മളുടെ ഓർഗനൈസേഷന് പറ്റി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ ODQ, O for ഒബ്ജക്റ്റ്, D for ഡിസിഷൻ മേക്കിംഗ്, I for ഇന്നോവേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി, C for കോർഡിനേഷൻ, U for അൺസർട്ടണിറ്റി. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ പറയുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും ബൈ ബൈ.